നാലാം സെമസ്റ്റർ റിസൾട്ടിനെ കുറിച്ച് പല വിദ്യാർത്ഥികളും കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ, അതായത് 22-ാം തീയതി മുതലാണ് നാലാം സെമസ്റ്റർ പരീക്ഷകളുടെ ക്യാമ്പ് തുടങ്ങിയിരിക്കുന്നത്. പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു എന്തൊക്കെയാണ് ക്യാമ്പിൻ്റെ വിശേഷങ്ങളെന്ന്. പതിവ് പോലെ ഈ സെമസ്റ്ററിലും ചില വിദ്യാർത്ഥികൾ ചില ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടില്ല. നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്, ക്വസ്റ്റ്യൻ നമ്പർ ഇടണം. ദെൻ നമ്മൾ എസ്സൊക്കെ എഴുതി കഴിഞ്ഞാൽ മെയിൻ പോയിൻറ്റ്സൊക്കെ അണ്ടർലൈൻ ചെയ്യണം. കോഡ്സ് അല്ലെങ്കിൽ ഡെഫിനേഷൻ ഉപയോഗിച്ചാണ് തുടങ്ങേണ്ടത്, ആ എസ്സെ തുടങ്ങേണ്ടതെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു പലാവർത്തി. പക്ഷേ ഇക്കാര്യങ്ങളൊന്നും പല പേപ്പറുകളിലും കാണാനില്ല. ആദ്യമായിട്ടല്ല ബാർകോഡ് സിസ്റ്റം വഴിയുള്ള എക്സാം എഴുതുന്നത്. പക്ഷേ പല വിദ്യാർത്ഥികൾക്കും സമയക്കുറവാണോ, പേജ് എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള പ്ലാനിങ്ങിൻ്റെ കുറവാണോ, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ പേപ്പർ നോക്കുമ്പോൾ കാണുന്നുണ്ട്. ചില ക്വസ്റ്റ്യൻ്റെ ബാക്കി എന്ന് പറഞ്ഞിട്ട് വേറെ പേജിൽ എഴുതി കാണുന്നുണ്ട്. ചിലവർക്കാണ് പേജ് തികയുന്നില്ല, ചിലവർക്കാണ് പേജ് കൂടുതൽ. പിന്നെ വരുന്ന സംശയമാണ്, നാലാം സെമസ്റ്റർ പരീക്ഷകളുടെ പേപ്പർ നോട്ടം ലിബറൽ ആണോ അതോ റിജിഡായിട്ടാണ് നോക്കുന്നത് എന്ന്. ടീച്ചേഴ്സ് ഓരോ പേപ്പറിനും കൊടുക്കേണ്ട ഒരു മാനുഷിക പരിഗണനയൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ലിബറൽ ആണോ റിജിഡാണോ എന്നൊക്കെ പലപ്പോഴും ഓരോ ടീച്ചേഴ്സിൻ്റെ കൺവിക്ഷൻ അനുസരിച്ച് വ്യത്യാസമുണ്ടായിരിക്കും. ഒട്ടുമിക്ക സെൻറ്ററുകളിലും പേപ്പർ വാല്യുവേഷൻ്റെ അന്തിമഘട്ടത്തിലാണ്. ഈ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ എല്ലാവരുടെയും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന പുതിയ അപ്ഡേറ്റുകൾ കിട്ടുന്ന മുറയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.